പക്ഷേ ഇവിടെ ഈ ഈ അപകടവളവ് നിവർത്തണം എന്നതാണ് അതിൻ്റെ ശാശ്വതമായ പരിഹാരം. അതല്ലാതെ മറ്റെന്ത് കാണിച്ചാലും എന്ത് പോലീസ് സുരക്ഷ ഇന്നിപ്പോൾ പോലീസ് നോക്കുമെന്ന് പറയുകയാണ്. ഈ പറയുന്ന ഒരു തിരക്കുള്ള റോഡിൽ രാവിലെ മുതൽ രാത്രി വരെയും രാത്രി മുതൽ രാവിലെ വരെയും ഏത് പോലീസിനെ എത്ര കാലം കൺട്രോൾ ചെയ്യാനാണ്? ഏത് സ്പീഡ് ബ്രേക്കർ വെച്ചാൽ കുത്തനെ ഇറങ്ങി വരുന്ന ആ വളവിൽ ആ സ്പീഡ് ബ്രേക്കർ ആര് കാണാനാണ്? ഡിവൈഡർ വെച്ചാൽ ആ ഡിവൈഡർ പൊളിക്കലാണ്, വണ്ടികൾ വന്നിടിച്ച് അവിടെ ആളുകൾ മരിക്കുകയാണ്. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒരുപാട് ആളുകൾ മരിക്കുകയാണ്. ഇതിപ്പോൾ മരണം 4 ആയതുകൊണ്ട് വാർത്തയായതാണ്, 4 കുഞ്ഞുങ്ങളായതുകൊണ്ട് വാർത്തയായതാണ്. അല്ലെങ്കിൽ വാർത്തയിലല്ലാതെ പോകുന്ന ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുകയാണ്. ശാശ്വത പരിഹാരം അപകടവളവ് നിവർത്തലാണ്. അത് നിവർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലയാവർത്തി കേന്ദ്രത്തെ പോയി കണ്ടതാണ്. ഇന്നിപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി പറയുകയാണ്, 2 ആവർത്തി 3 ആവർത്തി ലോക്സഭയിലടക്കം പറയുന്നുണ്ട്, മന്ത്രിമാരെ പോയി കാണുന്നുണ്ട്. അതുമാത്രം ഈ ദേശീയപാത അതോറിറ്റി കണ്ടമട്ട് നടിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ദേശീയപാത അതോറിറ്റി കുരുതി കൊടുത്തതാണ് 4 കുഞ്ഞുങ്ങളെ അവിടെ. ശ്രീ കൃഷ്ണദാസ്, ഹാഷ്മി പറയുന്ന അഭിപ്രായത്തോടും ഇവിടെ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ബഹുമാനപ്പെട്ട ആളുകൾ സംസാരിച്ച അഭിപ്രായത്തോടുമെല്ലാം ഒരു പരിധിവരെ ഞാൻ യോജിക്കുകയാണ്. അങ്ങയുടെ അവസാനം എന്നോടുള്ള ചോദ്യം ദേശീയപാത അതോറിറ്റി 4 പേരെ കുരുതി കൊടുത്തതാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തൊട്ടാകെ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഗവേഷണവും നടത്തേണ്ടതില്ല. ഇപ്പോൾ കളർകോട് ആലപ്പുഴയിൽ കഴിഞ്ഞ ആഴ്ചയാണ് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിക്കുന്ന സാഹചര്യമുണ്ടായത്. സംസ്ഥാനത്ത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് 12-13 അപകടങ്ങൾ ഇന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് പല സാഹചര്യങ്ങളിലും അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഓരോ അപകടങ്ങളെ സംബന്ധിച്ചും. പക്ഷേ അതിൻ്റെ പരിശോധന നടത്തി അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് മറ്റേതെങ്കിലും ഒരു പരിഹാരം പ്രത്യക്ഷമായോ പരോക്ഷമായോ നിർദ്ദേശിക്കാൻ കഴിയുന്നതാണോ എന്ന് എനിക്കറിയില്ല. ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിൻ്റെ റോഡ് നിവർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗഡ്കരിയെ കണ്ടതിന് ശേഷം പലതവണ കണ്ടതിന് ശേഷം അതിന് നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്നലെ മറ്റൊരു ചാനലിൽ ബഹുമാനപ്പെട്ട പാലക്കാടിൻ്റെ MP ഞാനിരിക്കുന്ന ചർച്ചയിൽ തന്നെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റോഡിൻ്റെ അപാകതയെ സംബന്ധിച്ച് ഞാൻ ആ കാര്യം സൂചിപ്പിക്കാൻ കാരണം അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ടാണ്. അത് സൂചിപ്പിച്ച സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥന്മാരോട് അതിൻ്റെ നടപടികൾ എടുക്കാൻ വേണ്ടി 2021-ലും 2022-ലും എല്ലാം ദേശീയപാത അതോറിറ്റി തയ്യാറായിരുന്നു. അതിൻ്റെ നടപടികൾ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. 50-ലേറെ മരണങ്ങൾ പാലക്കാട് മുതൽ മണ്ണാർക്കാട് ഒരു ദേശീയപാതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും അവിടെ ജീവനുകൾ പൊലിയുകയാണ്. കാരണം എന്താണ്? ഈ മുടിഞ്ഞ വളവാണ് സാറേ. ആ വളവ് നിവർത്താതെ എന്ത് ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് പറയുന്ന നാട്ടുകാർ. ആ വളവ് നിവർത്തുന്നതിന് കുറച്ച് പണിയുണ്ട്. കാര്യം ശരിയാണ്, പഠനങ്ങൾ ഉണ്ടാവണം, ഈ പറയുന്ന ആ താഴ്ച മണ്ണിട്ട് നികത്തുമൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. അത് ചെയ്യണ്ടേ? ഇത്രത്തോളം പൗരന്മാരുടെ ജീവനോടെ പൊലിയുമ്പോൾ അത് അടിയന്തരമായി ചെയ്യണ്ടേ? അല്ലെന്നേ, നമ്മൾ ഈ ഫ്ലോറിൽ ഇപ്പോൾ അരമണിക്കൂർ ചർച്ച ചെയ്തുകൊണ്ട് വളവ് നിവരില്ലല്ലോ. അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇനി സംസ്ഥാന ഹൈവേകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ആ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടാക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ. അലൈൻമെൻറ്റിൻ്റെ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് കളക്ടറേറ്റിലാണെങ്കിലും നാഷണൽ ഹൈവേ ആണെങ്കിലും അത് പബ്ലിഷ് ചെയ്ത് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ മുതൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാകും, അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പീനിയൻ ഉണ്ടാകും, അതിൻ്റെ അലൈൻമെൻറ്റ് പ്രോസസ്സ് ഉണ്ടാകും, അലൈൻമെൻറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുണ്ടാകും. സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ അതിന് എതിർപ്പുകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് അലൈൻമെൻറ്റ് മാറ്റുന്ന സാഹചര്യമുണ്ടാകും, അതിന് ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കുന്ന സാഹചര്യമുണ്ടാകും, അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ടാകും. ഈ തരത്തിൽ ഈ ഒരു വളവിനെ കുറിച്ച് മാത്രമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, പൊതുവായി നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും രാജ്യത്താണെങ്കിലും ഒക്കെ നടക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഇതൊരു വളവാണ് എന്ന് തിരിച്ചറിയാത്തതല്ലോ ഇതിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത്. ഇന്നിപ്പോൾ നിവർത്തുക എന്നുള്ളതല്ലോ. ഞാൻ പറയുന്നത് ശരിയാണ് കൃഷ്ണദാസ്. നമ്മുടെ ഈ ചർച്ചയിൽ നിന്നാൽ വളവ് നിവരില്ല. വളവ് നിവർക്കേണ്ടത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റി തന്നെയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നിതിൻ ഗഡ്കരി തന്നെയാണ്. അങ്ങ് ഈ പറയുന്ന പ്രോസസ്സൊക്കെ അവിടെ ഉണ്ട്. ഇനിയും 100 പ്രോസസ് ബാക്കി ഉണ്ടാവും. ആ 100 പ്രോസസ് കഴിയുമ്പോഴേക്കും ഇനിയും ഒരു 50 പേർ കൂടി ചോര അവിടെ ഒഴുകും. ആർക്ക് നഷ്ടമല്ല. ഞാനതാ സൂചിപ്പിച്ചതെന്ന്. നമ്മളുടെ ഇപ്പോൾ 4 വിദ്യാർത്ഥികൾ മരിച്ചു, ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിരവധി റോഡുകളിൽ ഇതേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ശാശ്വതമായ പരിഹാരവും താൽക്കാലികമായ പരിഹാരവും കണ്ടെത്തുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്നൊരു പ്രോസസ്സിൻ്റെ ഭാഗമായി നടക്കേണ്ടതാണ്.
ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഈ റോഡ് മാത്രമല്ല, മറ്റേത് റോഡിനെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയം മുതൽ നടക്കുന്ന ചർച്ചകളുണ്ട്. അത് മാറ്റുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് നിർമ്മിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഘട്ടങ്ങളിൽ ഒന്നുമില്ലാത്ത പരാതിയെ സംബന്ധിച്ച്, ആ ഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത മാറ്റങ്ങളെ സംബന്ധിച്ച്, ആ ഘട്ടങ്ങളിലൊന്നും നിർദ്ദേശിക്കപ്പെട്ട് മാറ്റാൻ ആ സമയത്ത് ആളുകളില്ലേ അവിടെ? ആ സമയത്ത് MLA-മാരില്ലേ? ആ സമയത്ത് മന്ത്രിമാരില്ലേ? സംസ്ഥാന സർക്കാരില്ലേ? നിങ്ങളുടെ കണ്ണിൽ എന്താണ്? ഇത് ഏതെങ്കിലും നിങ്ങളുടെ കണ്ണിൽ എന്താണ്? അവിടെ ആളുകൾ മരിക്കുന്നത് വാർത്തയാവുന്നില്ലേ? അവിടെ ആളുകൾ മരിക്കുന്നത് വാർത്തയാവുന്നില്ലേ? ഇത് ഇന്നും വാർത്തയാവുന്നില്ല. അപ്പോൾ ഇന്നുണ്ട് 4 പേരും നിങ്ങൾ ആരും കാണുന്നില്ലേ? ഇത് ഇനി പ്രത്യേക പരാതി പോണോ? ഇനി പ്രത്യേക പരാതി പോണോ? നിങ്ങളുടെ കണ്ണിൽ എന്താണ് എന്ന് അങ്ങ് എന്നോട് ചോദിച്ചാൽ അങ്ങയുടെ കണ്ണിൽ എന്താണുള്ളത്? അങ്ങ് കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 4 കുട്ടികൾ ഇന്നലെ മരിച്ചപ്പോഴാണ് കൃഷ്ണദാസൻ ഞാൻ കാണുന്നുണ്ടെന്നേ. അതുകൊണ്ടല്ല നമ്മളിങ്ങനെ വൈകാരികമാവുന്നത്. ഈ പറയുന്ന 4 പേരുടെ അനാഥത്വം കാണുന്നു. അനാഥത്തിന് മുന്നിൽ ഇൻസെൻസിറ്റീവായി സംസാരിക്കാൻ കഴിയില്ല. വൈകാരികമായിട്ടാണ് പറയുന്നത്. ഞാനും അത് വേണ്ട. ഞാൻ പറഞ്ഞത് ഞാനും വൈകാരികമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങ് ഈ 4 കുട്ടികൾ മരിച്ച ഇന്നലെ രാത്രി അല്ലല്ലോ, ഇന്നലെ വൈകുന്നേരം അല്ലല്ലോ ഈ വളവ് കാണുന്നത്. വളവ് കാണുന്നത് മുമ്പല്ല. അതിൽ തൊട്ട് 5 യുവാക്കളോട് മരിച്ചു. അതിൽ തൊട്ട് നേരത്തെ നാസർ പറഞ്ഞ എന്താണ്, ഒരു ബൈക്കിൽ പോയ അച്ഛനും അമ്മയും മക്കളും മറിഞ്ഞു വീണു, അച്ഛനും അമ്മയും മരിച്ചു, മക്കൾ അനാഥരായി. അതിന് മുമ്പ് പിന്നെ ഉണ്ടായല്ലോ. നാസർ ഇപ്പോൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത്, ഞാനും നിങ്ങൾ കാണുന്നത് ഇപ്പോൾ മാത്രമാണ്. നാസർ അവരോട് പറട്ടെ. നാസർ പറഞ്ഞു. ഒരു ദാരുണമായ മരണം ഉണ്ടായിട്ട് എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ വളരെ വേദനാജനകമായ ഒരു കാര്യം. ഒന്ന്. രണ്ടാമത്, അട്ടപ്പാടി DYSP ആയിരുന്ന ഇപ്പോഴത്തെ ആലത്തൂർ DYSP മുരളി സാർ ഇന്ന് അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അത്ഭുതകരമായിട്ടാണ് മരണത്തിൽ നിന്ന് ഈ പ്രദേശത്ത് ഈ സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. അദ്ദേഹം ഇന്നവിടെ മൃതശരീരത്തോടൊപ്പം ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, ഈ ഹരിദാസ് പറയുന്നത് കേട്ടാൽ ഈ മരണം ആദ്യമായി ഇന്ന് സംഭവിക്കുന്നത് പോലെയാണ്. ഞാൻ പറയട്ടെ, എത്രയോ വർഷങ്ങളായി മരണം സംഭവിക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ ഇത്രയും അതിദയനീയമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളുകൾക്കിടയിൽ നിന്ന് ഒരിക്കലും അത് എങ്ങനെ പറയാൻ പാടില്ല. വളരെ മോശമാണ്. രാഷ്ട്രീയം പറഞ്ഞതല്ല സാർ, ആരും രാഷ്ട്രീയം കലർത്തുന്നത്. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഒരു റോഡ് ഒരു കൊലപാതകയെ കിടക്കുക. അവിടെ ഒരു രാഷ്ട്രീയം കലർത്തണ്ട, ഒന്നും കലർത്തണ്ട. നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം എന്താണ്? രാഷ്ട്രീയമായിട്ട് യാഥാർത്ഥ്യം എന്താണ്? ഒരു റോഡ്, ഒരു കൊടുംവളവ്, ഒരു മുടിഞ്ഞ വളവ്, ഒരു മരണപ്പാതയെ കിടക്കുകയാണ്. അവിടെ നിർബാധം മനുഷ്യർ കൊന്നുകൂടപ്പെടുകയാണ്. ആ വളവ് അനാഥത്വങ്ങൾ കൊന്നുകൂടപ്പെടുകയാണ്, ചോര ഒഴുക്കുകയാണ്. നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം. രാഷ്ട്രീയം മാറ്റി വെച്ചോ, രാഷ്ട്രീയം പറയണ്ട. ആ വളവ് നിവർത്തണം എന്നല്ലേ പറയുന്നേ? അത് ചർച്ച, അത് ഞാനെടുത്ത് ചർച്ച ചെയ്ത വളവ് മാറുമോ എന്ന കുറ്റടി മറുപടിയാണ് പറയേണ്ടത് സാറേ. കണ്ടുകൊണ്ടല്ലോ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് എന്നോട് രാഷ്ട്രീയപരമായ ചോദ്യം ചോദിച്ചു. രാഷ്ട്രീയപരമായ ഉത്തരം പറയുന്നത് അതെന്തുകൊണ്ടാണ്? രാഷ്ട്രീയം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ശ്രീകൃഷ്ണ, അതെന്തുകൊണ്ടാണ് രാഷ്ട്രീയം തോന്നുന്നത്? എന്തുകൊണ്ടാണ്? അതേസമയത്ത് രാഷ്ട്രീയം തോന്നാൻ പാടില്ലാത്തതല്ലേ? നമ്മുടെ മുന്നിൽ 4 കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ കണ്ട ദിവസമാണ് ഇന്ന്. 4 കുഞ്ഞുങ്ങളെ കവറിലേക്ക് എടുത്തു വെച്ച കണ്ട ദിവസമാണ് ഇന്ന്. ആ ദിവസം രാഷ്ട്രീയം കാണല്ലേ? ഞാനൊന്ന് പറയട്ടെ. ആ കുട്ടിയുടെ അമ്മ ലൈവായിട്ട് ഒരു കുട്ടി ലോറിക്കടിയിലേക്ക് പോകുന്നത് കാണാം. രാഷ്ട്രീയപരമായി അല്ല, പറയൂ ശ്രീകൃഷ്ണ, പറയൂ. ഇത് പരിഹാരം വേണ്ടേ? പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ വളരെ സംയമനത്തോടു കൂടി പറഞ്ഞത്. അവിടെ അതിൻ്റെ അലൈൻമെൻറ്റ് തയ്യാറാക്കുന്ന സമയം മുതലുള്ള ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും MPമാരും MLAമാരും ഒക്കെ ഉണ്ട്. ആ സമയത്ത് നിർദ്ദേശിക്കപ്പെടാത്ത കാര്യം ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ടാകുന്ന കാര്യമല്ലല്ലോ. അത് നിവർത്തണമെങ്കിൽ നിവർത്തനം, അത് പൂർണ്ണമായും നിവർത്തനം. ആ വളവ് മാത്രമല്ല, കേരളത്തിലെ ഈ തരത്തിൽ അപകടമുണ്ടാകുന്ന വളവുകൾ, മലപ്പുറത്തുണ്ടല്ലോ വളവുകൾ, എറണാകുളം ജില്ലയിലെ വളവുകൾ, ഇന്നുണ്ടായിട്ടുള്ള ഇപ്പം ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം റോഡിൻ്റെ വളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ? ഞാൻ ഒന്നിനെയും കുറച്ച് കാണിച്ചുകൊണ്ടല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട നാസർ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഒന്നിനെയും ചെറുതായി കണ്ടുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എല്ലാ അപകടങ്ങളെയും അതിന് കാരണമുണ്ടാകുമ്പോൾ അത് ശരിയാണ്. പക്ഷേ ആ സമയത്ത് അലൈൻമെന്റ് ഉണ്ടായപ്പോൾ ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ആളുകൾ മരിച്ചോട്ടെ എന്ന് നമുക്ക് വിചാരിച്ചിരിക്കാൻ പറ്റുമോ?